ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് KPSTA സ്വദേശ് മെഗാ ക്വിസ് 2026 ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മൾ KPSTA നാളെയാണ്, അതായത് ഓഗസ്റ്റ് 11. നമുക്ക് വേഗം തന്നെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. സിമ്പിൾ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളിലെ സമാഹാരമായ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തതാര്? ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം മുൻഷി പ്രേംചന്ദ്. എല്ലാവരും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം: ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി. ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചത്. അതാണ് ബംഗാളി. എല്ലാവരും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം: മൊറാഴ സമരം നടന്ന വർഷം? മൊറാഴ സമരം നടന്ന വർഷം ഏത് വർഷത്തിലാണ് മൊറാഴ സമരം നടന്നത്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. 1940. കണ്ണൂർ ജില്ലയിലാണ് 1940. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്. ഉത്തരം റിപ്പൺ പ്രഭു. എല്ലാവരും ഓർത്തു വെക്കുക, റിപ്പൺ പ്രഭു. അടുത്ത അഞ്ചാമത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ പ്രോടേം സ്പീക്കർ ആരാണ്? കേരളത്തിലെ ആദ്യ പ്രോടേം സ്പീക്കർ ആരാണ്? ഉത്തരം റോസമ്മ പുന്നൂസ്. എല്ലാവരും ഓർത്തു വെക്കുക, ആരാണ്? റോസമ്മ പുന്നൂസ്. അടുത്ത ചോദ്യം: കേരളത്തിൽ എതിരില്ലാതെ MLA ആയ ആദ്യ വ്യക്തി? കേരളത്തിൽ എതിരില്ലാതെ MLA ആയ ആദ്യ വ്യക്തി ആരാണ്? ഏക വ്യക്തി എന്നതാണ്, ഒരേ ഒരു വ്യക്തി. ആരാണ്? ഉമേഷ് റാവു. എല്ലാവരും ഓർത്തുക, ഉമേഷ് റാവു. അടുത്ത ഏഴാമത്തെ ചോദ്യം: തിരുവിതാംകൂർ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച വ്യക്തി. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രി, പിന്നീട് തിരുക്കൊച്ചി മുഖ്യമന്ത്രി, പിന്നീട് കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച വ്യക്തി ആരാണ്? ഉത്തരം പട്ടം താണുപിള്ള. എല്ലാവരും ഓർത്ത് വെക്കുക, പട്ടം താണുപിള്ള. അടുത്ത എട്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷുകാരൻ ആരാണ്? ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷുകാരൻ കോൺവാലിസ് പ്രഭു. ഓർത്തു നോക്കുക, കോൺവാലിസ് പ്രഭു. അടുത്ത ചോദ്യം: ബംഗാൾ വിഭജനം 1905 കഴ്സൺ പ്രഭുവിൻ്റെ കാലത്താണ് നമുക്കറിയാം. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ്. ഉത്തരം ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ. 1911 ഇത് റദ്ദാക്കിയത്. ഹാർഡിഞ്ച് പ്രഭു സെക്കൻഡ്. അടുത്ത ചോദ്യം: ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? എല്ലാവർക്കും അറിയാവുന്നതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം. ഉത്തരം 1600. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അടുത്ത 11ാമത്തെ ചോദ്യം: സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്, സിമ്പിൾ ചോദ്യം. ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം: സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആരാണ്? ആര്? ഉത്തരം ജ്യോതിറാവ് ഫൂലെ. എല്ലാവരും ഓർത്തു വെക്കുക, ജ്യോതിറാവ് ഫൂലെയാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. ഓർത്തു വെക്കുക, ജ്യോതിറാവ് ഫൂലെ. അടുത്ത ചോദ്യം: കേരളത്തിലെ നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. കേരളത്തിലെ നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി
ഉത്തരം എൻ ഷംസുദ്ദീൻ. കേരളത്തിൻ്റെ നിലവിലെ മന്ത്രിമാരെല്ലാം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം സി ആർ ദാസ്. സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡൻ്റൊക്കെയാണ് സി ആർ ദാസ്. ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം നമ്മുടെ ഈ വീട്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? മദൻ മോഹൻ മാളവ്യ. മാളവ്യയുടെ ചിത്രം ഓർത്തു വെക്കുക. മദൻ മോഹൻ മാളവ്യ. എല്ലാവരും ഓർത്തു വെക്കുക. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.